ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സൂപ്പർ ഡ്രാഗൺ ബോൾ ഹീറോസിലെ ക്യാപ്സൂൾ കോർപ്പറേഷൻ ഗോക്കു അതായത് സി ഗോക്കുവിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മെയിൻ ഗോക്കുവിനെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സി ഗോക്കു എത്രത്തോളം പവർഫുൾ ആണ്, അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ ഡ്രാഗൺ ബോൾ ഹീറോസ് എന്ന സീരീസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. സി ഗോക്കു അഥവാ ക്യാപ്സൂൾ കോർപ്പറേഷൻ ഗോക്കു ഇത് നമ്മുടെ നോർമൽ ഗോക്കു തന്നെയാണ്. ഇതിൽ ഗോക്കുവിന്റെ കോസ്റ്റ്യൂമിൽ സി എന്നൊരു ലോഗോ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സി ഗോക്കു എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രാഗൺ ബോൾ ജി ടി ഗോക്കു എന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ സി ഗോക്കു. ഈ ഒരു സി ഗോക്കുവിനെ പ്രധാനമായും സൂപ്പർ ഡ്രാഗൺ ബോൾ ഹീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോൺ കാനോൺ സീരീസിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ടൈം ലൈനിലുള്ള ഗോക്കുവും അതുപോലെ തന്നെ ഈ ഒരു സി ഗോക്കുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ നമ്മുടെ സി ഗോക്കുവിനെ എടുത്തു കഴിഞ്ഞാൽ അൾട്രാ ഇൻസ്റ്റിക്റ്റ് അതുപോലെ തന്നെ സൂപ്പർ സെയിൻ ബ്ലൂ തുടങ്ങിയ ഫോമിലൊക്കെ മാറാൻ സാധിക്കും. അതായത് നമ്മുടെ മെയിൻ ടൈം ലൈനിലുള്ള ഗോക്കു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇവിടെ സി ഗോക്കുവിന് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ മെയിൻ ഗോക്കു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ബോൾ ക്ലാസിക് തൊട്ട് സൂപ്പർ വരെ നമ്മൾ എപ്പോഴും കണ്ടു പരിചയമുള്ള കാനോൺ ആയിട്ട് വന്ന ആ ഒരു ഗോക്കുവില്ലേ, ആ ഒരു ഗോക്കുവിനെയാണ് ഞാനിവിടെ പ്രധാനമായും ഉദ്ദേശിച്ചത്. ആ ഗോക്കുവിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സി ഗോക്കുവിന് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് മാത്രമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ല. ഈ ഒരു ഡ്രാഗൺ ബോൾസിൽ തന്നെ നോൺ കാനോൺ ആയിട്ട് ഒരുപാടധികം മൂവീസ് നമ്മൾ കണ്ടിട്ടില്ലേ. ആ ഒരു മൂവീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള മൂവ്സും ടെക്നിക്സും ട്രാൻസ്ഫോർമേഷൻസും നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ സി ഗോക്കുവിന് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് സി ഗോക്കുവിന് ഒരു വലിയ അഡ്വാൻറ്റേജും. എന്നാൽ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാലും സി ഗോക്കുവിന് ഒരു കാര്യം മാത്രം ചെയ്യാൻ സാധിക്കില്ല, അത് നമ്മുടെ GT ആണ്. അതായത് GT സീരീസിലുള്ള ഗോക്കു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊന്നും ഇവിടെ സി ഗോക്കുവിന് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു വന്നത് സൂപ്പർ സെയിൻ 4നെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയം, നമ്മുടെ മെയിൻ ഗോക്കുവും സി ഗോക്കുവും തമ്മിൽ ഫൈറ്റ് ചെയ്താൽ ആര് ജയിക്കുമെന്നത്. ഇതിനൊരു ഉത്തരം ഞാൻ ഇനി പറയേണ്ടല്ലോ, നമ്മുടെ സി ഗോക്കു തന്നെ. കാരണം മെയിൻ ഗോക്കുവിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാടധികം പവേഴ്സ് നമ്മുടെ സി ഗോക്കുവിനെ യൂസ് ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ ഒരുപാടധികം ബാറ്റിൽ എക്സ്പീരിയൻസ് കൂടുതലുള്ളതും നമ്മുടെ സി ഗോക്കുവിനാണ്. ഇനി എന്തുകൊണ്ട് നമ്മുടെ സി ഗോക്കു സൂപ്പർ ഡ്രാഗൺ ബോൾ ഹീറോസിൽ അത്രയധികം പവർഫുൾ ആയിരിക്കുന്നത്? അതായത് ഈ ഒരു സി ഗോക്കുവിനെ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം, അതായത് നമ്മുടെ നോർമൽ ഗോക്കുവിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലും അധികം പവർഫുൾ ആയിട്ടാണ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൂപ്പർ ഡ്രാഗൺ ബോൾ ഹീറോസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്, പ്രത്യേകിച്ച് വില്ലന്മാർ. അതായത് നോൺ കാനോണിൽ നമുക്ക് കാണിച്ചു തന്ന ഒരുപാട് വില്ലൻസിലെ അവരെ തന്നെ ഇവിടെ പവർഫുൾ ആയിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അതായത് ഇവിടെ കൂളറിനെ ഗോൾഡൻ കൂളർ ആക്കി നമ്മുടെ ഗോക്കു ബ്ലാക്കിനെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സെയിൻ 3 റോസേ ഫോമിലൊക്കെയാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. കൂടാതെ മൾട്ടിവേഴ്സ് ടൈം ലൈൻ ഇതെല്ലാം ചേർന്ന് സ്പേസ് ടൈം ഹോൾഡ് ചെയ്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് ഈ ഒരു സീരീസിൽ നമുക്ക് കാണിച്ചു തന്നത്. അതായത് ഒരു രണ്ട് മൾട്ടിവേഴ്സ് മെർജ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു വേൾഡും മൾട്ടിവേഴ്സും യൂണിവേഴ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് സുപ്രീം ഗൈ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അതായത് നമ്മുടെ സെനോയിന് ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെ നോർമൽ ഏഞ്ചൽസും അതുപോലെ തന്നെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്, അവരെക്കാൾ ഒരുപിടി മുകളിലായിട്ടാണ് ഇവരുള്ളത്. ഈ ഒരു ഹീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു സുപ്രീം ഗൈ ഓഫ് ടൈം. അപ്പോൾ ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് നമ്മുടെ സി ഗോക്കു ഈ ഒരു സീരീസിൽ വരുന്നത്. എന്നാൽ ഈ ഒരു സി ഗോക്കു മാത്രമാണോ ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ല, നമ്മുടെ ടൈം പാട്രോൾ ഗോക്കുവും ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ സെനോ ഗോക്കു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രാഗൺ ബോൾ സൂപ്പർ മാങ്കയിൽ നമ്മുടെ ഗ്രനോളയെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ഗ്രനോളയെ പോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ സീരീസിൽ വരുന്നത്. എക്സാമ്പിളായി ഈ ഒരു സീരീസിൽ ഡിമിഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രാഗൺ ബോൾ സെനോവസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ട്, അതായത് ഒരു PC ഗെയിം. അതിലും നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ കാണാൻ സാധിക്കും. ഈ ഒരു ക്യാരക്ടർ ഒരു വില്ലനാണ്. അപ്പോൾ ഇവൻ എന്തിനാണ് ഈ ഒരു സീരീസിൽ വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൾട്ടിവേഴ്സ് ഡിസ്ട്രോയ് ചെയ്ത് തന്റെ കീഴിൽ കൊണ്ടുവരാനാണ് ഈ ഒരു ക്യാരക്ടർ വരുന്നത്. ഈ ഒരു മൾട്ടിവേഴ്സ് തന്നെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ മൾട്ടിവേഴ്സ് പിടിച്ചെടുക്കാൻ ഒരു ക്യാരക്ടർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം പവർഫുൾ ആണെന്ന് ഞാൻ കൂടുതലായി പറയണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയാണ് നമ്മുടെ സി ഗോക്കു ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം ഞാൻ പറയാം, ഇത് എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയില്ല. അതായത് ഈ ഒരു സൂപ്പർ ഡ്രാഗൺ ബോൾ ഹീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എടുത്തു നോക്കിയാലും അവർ അത്രയധികം പവർഫുൾ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളിൽ നമുക്ക് യാംചയെ അല്ലെങ്കിൽ ക്രില്ലനെ ഇവിടെ എടുക്കാം. ഈ ഒരു ക്യാരക്ടറിനെ നമ്മുടെ മെയിൻ ടൈം ലൈനിലുള്ള ഗോക്കുവിനെയും വെജിറ്റയും ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോക്കുവിന്റെ സൂപ്പർ സെയിൻ ബ്ലൂവിന് വരെ ഈക്വൽ ആയിരിക്കും. കാരണം ഏറ്റവും ചെറിയ ക്യാരക്ടറിനെ തന്നെ ആ ഒരു ലെവലിൽ പവർഫുൾ ആക്കിയിട്ടാണ് ഈ ഒരു സീരീസിൽ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീരീസിൽ വളരെയധികം ലോജിക്കും കുറവാണ്. പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു, ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെയാണ് ഈ ഒരു സീരീസിൽ സത്യം പറഞ്ഞാൽ ഉള്ളത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നല്ല നല്ല മൊമെന്റ്സ് ഇതിലുണ്ട്. അതായത് നമ്മൾ മനസ്സിലൊക്കെ സങ്കല്പിക്കുന്ന ഓരോരോ ഫൈറ്റ്സ് ഇല്ലേ, അതൊക്കെ
അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഗോകു ആണെങ്കിൽ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ കയ്യിൽ നിന്നും ട്രെയിനിങ് ചെയ്ത് ആ ഒരു ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ ഔട്ട്ഫിറ്റിൽ ഗോകു വരികയും വില്ലന്മാരുമായി ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ നമ്മുടെ ഗൊജീറ്റ എതിർത്ത് നിൽക്കുന്ന സീനും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഹാർട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ കയ്യിലാണെങ്കിൽ ഒരു യൂണിവേഴ്സൽ സീഡ് ഉണ്ട്. ഈ ഒരു ക്യാരക്ടറിന്റെ കൂടെ നമ്മുടെ CC ഗൊജീറ്റ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ ഗൊജീറ്റയോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒമിനി കിങ്ങിന്റെ അത്ര പവർഫുൾ ആണല്ലോ എന്നിവിടെ പറയുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗൊജീറ്റ തന്നെ ഇത്രയും പവർഫുൾ ആയിട്ടാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ ഒരു സീരീസിൽ ഫു എന്ന ക്യാരക്ടർ വരുന്നത്. ഇവനാണ് ഇതിലെ മെയിൻ വില്ലൻ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ക്യാരക്ടറാണ്. ഈ ഒരു ക്യാരക്ടറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സ് റീക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഈ യൂണിവേഴ്സിലെ എല്ലാ എനർജിയും ഫുവിനെ അബ്സോർബ് ചെയ്യണം. അങ്ങനെ ഫു ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് തടഞ്ഞ് നമ്മുടെ സെനോ ഗോക്കുവും അതുപോലെ CC ഗോക്കുവും വന്ന് ഫുവിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ CC ഗോക്കുവും സെനോ ഗോക്കുവും വെച്ച് നോക്കുമ്പോൾ ഫു വളരെയധികം പവർഫുൾ ആണ്. ഈ സമയം നമ്മുടെ ഫു എന്ത് ചെയ്യുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ട്രീ ക്രിയേറ്റ് ചെയ്ത് അത് വെച്ച് യൂണിവേഴ്സിലെ എല്ലാ എനർജിയും അബ്സോർബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഈ സമയം നമ്മുടെ CC ഗോക്കു എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എനർജി അബ്സോർബ് ചെയ്യുന്ന സ്ഥലത്ത് പോയി അതിലെ എനർജി എടുത്ത് CC ഗോക്കു ആ ഒരു യൂണിവേഴ്സൽ എനർജി മുഴുവനായി അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിന്റെ എനർജി അബ്സോർബ് ചെയ്ത നമ്മുടെ ഗോക്കു ആണ് യൂണിവേഴ്സൽ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ആ സീരീസിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര പവർഫുൾ ആണ്. ആ ഒരു ക്യാരക്ടേഴ്സിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി മാറുകയാണ് നമ്മുടെ ഗോക്കു. അതായത് ഈ ഒരു യൂണിവേഴ്സൽ ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് വെച്ച് പോലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതായത് ഈ ഒരു യൂണിവേഴ്സൽ ബ്ലൂ അൾട്രാ ഇൻസ്റ്റിക്റ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ അൾട്രാ ഇൻസ്റ്റിക്റ്റ് വെറും 10% മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അത്രയധികം ഓവർ പവർഡ് ആണ്. അങ്ങനെ ആ ഒരു ഫു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിനെ നമ്മുടെ ഗോക്കു ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ CC ഗോക്കുവും ഈ ഒരു സൂപ്പർ ഡ്രാഗൺ ബോൾ ഹീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ ചെറിയൊരു സ്റ്റോറി എന്ന് പറയാൻ കഴിയില്ല, ആ ഒരു സീരീസിൽ നടന്ന ചെറിയൊരു സംഭവം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ CC ഗോക്കുവിനെ കുറിച്ചും ഈ ഒരു സീരീസിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.